ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ അന്തസിൻ കൊടിക്കുറാണിയുന്നവരെ കപടഭക്തരെ വഞ്ചകരെ സത്യമേ ജയതേ സത്യമേ ജയതേ സത്യമേ ജയതേ. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ അന്തസിൻ കൊടിക്കുറാണിയുന്നവരെ കപടഭക്തരെ വഞ്ചകരെ സത്യമേ ജയതേ സത്യമേ ജയതേ സത്യമേ ജയതേ. കലാസ്നേഹികളെ, ഞങ്ങളുടെ നാടകത്തെക്കുറിച്ച് 2 വാക്ക്. അനീതിക്കെതിരെ പോരാടുന്ന ഒരു കൂട്ടം മനുഷ്യർ, അവരുടെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും കഥയാണിത്. അധികാരവർഗങ്ങൾ ഇവിടെ എപ്പോഴും വാഴുന്നു. എതിർക്കുന്നവരെ തകർത്ത പാരമ്പര്യവുമായി അവർ മുൻപോട്ടു പോകുന്നു. എന്നാൽ അധാർമികതയും അനീതിയും ശാശ്വതമായി നിലനിൽക്കില്ല എന്ന സത്യത്തിന് അടിവരയിട്ടുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു മഹത്വമെവിടെ, മഹത്വമെവിടെ, മഹത്വമെവിടെ. എന്തൊരു നാറ്റം! ഇത് സഹിച്ചു മടുത്തു. നിങ്ങൾ ഈ നാറ്റവും സഹിച്ച് ഇവിടെ ഇരിക്കുകയാണോ? അപ്പോൾ നിങ്ങൾക്ക് നാറ്റം അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങളെന്താ അങ്ങനെ പറഞ്ഞത്? നിങ്ങളൊക്കെ നിരീക്ഷകരായിരുന്നു. അതെന്തിനാണ് നിങ്ങൾക്ക് അറിയാമോ? അറിയാം. ആ ശവം ചീഞ്ഞെഴുകുന്നതാണ്. എത്ര വർഷങ്ങളായി അത് പുഴുത്ത് അഴുകി കിടക്കാൻ തുടങ്ങിയിട്ട്. ശരിയാണ്, ഞാൻ ആ ശവത്തിന് ജീവൻ കൊടുക്കുവാൻ ശ്രമിക്കുകയാണ്. നിങ്ങളെന്താ ചിരിച്ചത്? നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. നടപ്പിലാക്കണം. എതിർപ്പിലൂടെ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാകുകയുള്ളൂ. ലോകചരിത്രം അതുതന്നെ വിളിച്ചു പറയുന്നുണ്ട്. അനീതിക്കെതിരെ ശബ്ദമുയർത്തിയവരെ ക്രൂശിച്ച പാരമ്പര്യങ്ങളും വിളിച്ചു പറയുന്നുണ്ട്. നീതിക്ക് വേണ്ടി പടവെട്ടിയവർ ഒരുവിട്ട സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും മന്ത്രങ്ങൾ നമ്മുടെ കാതുകളിൽ വന്നടിക്കുമ്പോൾ നാം ഉത്തേജിതരാകാറില്ലേ, ഉണരാറില്ലേ? അവരിൽ നിന്നാണ് എനിക്കും ശക്തി കിട്ടിയത്. അധികാരിയുടെ അനുചരന്മാരാണ് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും. അവരോട് വിരലിലെണ്ണാൻ മാത്രമുള്ള നമ്മൾ എന്ത് ചെയ്യാനാണ്? അവരുടെ വഞ്ചനയുടെ പ്രത്യയശാസ്ത്രം നാം അനുസരിച്ച് ജീവിക്കാനും എനിക്ക് വയ്യ. നമ്മുടെ വിശ്വാസ സംഹിതകൾ നാം പരിരക്ഷിച്ചേ പറ്റും. അനീതിക്കും അധർമ്മത്തിനും എതിരായി പടപൊരുതിയെന്ന ആത്മസംതൃപ്തി നമുക്ക് ധന്യരാണ്. എന്തായാലും എതിർക്കാനും അനുകൂലിക്കാനും ഞാനില്ല. ധർമ്മച്യുതിയുടെ താണ്ഡവ നൃത്തം നിങ്ങൾ നിർനിമേഷരായി നോക്കി നിൽക്കുമെന്നു ആ ശവം ഇവിടെ കിടന്ന് ചീഞ്ഞടുക്കിട്ടുന്നു. എതിരിടാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ എന്റെ ചുമലിൽ താങ്ങാൻ വയ്യാത്ത ഭാരം ഇപ്പോൾ തന്നെയുണ്ട്. ജീവിതത്തിന്റെ ഭാരം. ഞാൻ ചങ്ങലകളാൽ ബന്ധിതനാണ്. ബന്ധങ്ങളുടെ ചങ്ങല അത് പൊട്ടിച്ചെറിയാൻ എനിക്ക് കരുത്തില്ല. ഒരിക്കൽ ഞാനും ബന്ധിതനായി. ആ ശവത്തിന്റെ ദുർഗന്ധമേറ്റുമടുത്താണ് ഞാൻ തപസ്സിൽ നിന്നും വിമുക്തനായി. ധർമ്മച്യുതിക്കെതിരെ പോരാടിയില്ലെങ്കിൽ മനുഷ്യൻ പിഴഞ്ഞു മരിക്കും. മൃഗതുല്യരായ മനുഷ്യൻ മാത്രമേ അവശേഷിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്റെ ചങ്ങല ഞാൻ പൊട്ടിച്ചെടുത്തു. എന്നാലും എനിക്ക് വയ്യ. എന്റെ തടവിൽ ജീവിക്കുന്നവർ പട്ടിണി കിടന്നു നരകിക്കുന്നത് കാണാൻ എനിക്ക് സാധ്യമല്ല. പരിശുദ്ധിയുടെ നിറനിലാവ് ഈ ഇരുട്ടിൽ പരത്തുവാൻ നമ്മൾ കഷ്ടപ്പെട്ടേ മതിയാവും. ഭാരതഭൂമിയുടെ സാംസ്കാരിക ചേതസ് പുനഃസ്ഥാപിക്കുവാൻ നാം ഒരു ധർമ്മസമരത്തിന് തയ്യാറാകണം. നിങ്ങൾ പോവുകയാണ്.
അത് അങ്ങോട്ട് നോക്കും, ആ ശവത്തിന്റെ മുഖത്തേക്ക്, ആ വൈരൂപ്യത്തിലേക്ക്. അതിന് ജീവൻ കൊടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. പുതിയ യുഗത്തിന്റെ ശംഖനാദം കേട്ട് നിങ്ങൾ ഉണരും, ഉണരും, ഉണരും. തൊട്ടുപോകരുത്. അത് പറയാൻ നിങ്ങൾ എന്നെ മനസ്സിലായില്ലേ? ശരിക്കും മനസ്സിലായി. അനുജന് മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും അസാന്മാർഗങ്ങളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും അനുജന്. എന്നെ നിനക്കറിയാം. ഞാൻ വന്നതെന്തിനാണെന്ന് അറിയില്ല. നീ ഞങ്ങൾക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കുന്നതായി അറിയാൻ കഴിഞ്ഞു. സത്യമല്ലേ? സത്യത്തിന് ശവക്കുഴ തോണ്ടിയ നിങ്ങൾ ആ വാക്കുച്ചരിക്കുന്നു. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ. ശരിയാണ്, എന്റെ കടമ ഞാൻ ചെയ്യുന്നു. ഈ അന്തരീക്ഷത്തിൽ നിന്നും ദുർഗന്ധം മാറ്റേണ്ടത് എന്റെ കർത്തവ്യമാണ്. ദുർഗന്ധമോ? ഓ, നിങ്ങൾക്ക് അനുഭവപ്പെടുകയില്ല. ജീവൻ തുടിച്ചിരുന്ന ആ തേജസ്സിന്റെ കഴുത്തിൽ കടാരി ഇറക്കിക്കൊന്ന നിങ്ങൾക്കത് ചെയ്യുന്നതാണെന്നത് അനുഭവപ്പെടുകയില്ല. ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യനായ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രേമപ്രധാനം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ചിലതൊക്കെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കേണ്ടതായിരുന്നു. ജീവിക്കുവാൻ വേണ്ടി എന്തും ചെയ്യുന്നവൻ മനുഷ്യന് വിവേകബുദ്ധി തന്നിരിക്കുന്നത് എന്തിനാണ്? അത് അവന്റെ യുക്തിക്കനുസരിച്ച് ജീവിക്കാനാണ്. ഡയോജനിസ് പണ്ട് ആഥൻസിലെ തെരുവീതികളിൽ കൂടി പകൽ വിളക്കും തെളിച്ചു നടന്നു മനുഷ്യനെ കണ്ടെത്താൻ. അദ്ദേഹം നിരാശനായതുപോലെ മനുഷ്യനെ കണ്ടെത്താൻ ഇവിടെയും ദുഷ്കരമാണ്. ആദർശത്തിന്റെ തീച്ചുളയിൽ വെന്ത് ഒരു ജീവിതമുള്ളത് നരകതുല്യമായി തീർക്കുന്നത് ഭ്രാന്താണ്. അത് ഭ്രാന്തെന്ന് പറയുന്നതോടൊപ്പം ആ ഭ്രാന്തിന്റെ മുഖമണിഞ്ഞാണ് നിങ്ങൾ ഇവിടെ പടനിലമാക്കുന്നത്. കപിലവസ്തുവിലും ബേത്തലഹേമിലും മേക്കയിലും താരകിലും രൂപകൊണ്ട സ്നേഹ സാഹോദര്യത്തിന്റെ മഹത്വചനങ്ങൾ ഞങ്ങൾ വിളിച്ചു പറയുന്നു. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എതിർത്തവരെ തകർത്ത പാരമ്പര്യമാണ് ഞങ്ങളുടെ. നീ പിന്മാറുന്നതായിരിക്കും നല്ലത്. നിനക്കൊരു ജീവിതമേ ഉള്ളൂ, അത് നീ നശിപ്പിക്കരുത്. നിങ്ങളെ പോലുള്ള ഹിപ്പോക്രാറ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ സമൂഹത്തിൽ സ്വന്തം മുഖമുള്ള ഞങ്ങൾക്ക് പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വരുമെന്നറിയാം. മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും നല്ല നല്ല മുഖങ്ങളണിഞ്ഞ് ആ മറവിൽ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾക്ക് ഞങ്ങൾ പങ്കുചേരില്ല. മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും നല്ല നല്ല മുഖങ്ങൾ ഞങ്ങളും ഇഷ്ടപ്പെടും. പക്ഷേ അതിന്റെ പിന്നിലുള്ള അനീതികൾക്ക് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല. ഹിപ്പോക്രസിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്റെ ജീവിതം അതിലാണ്. പണ്ട് ബിരുദത്തിന്റെ സർട്ടിഫിക്കറ്റുകൾ കക്ഷത്തിലൊതുക്കി എത്ര പടിവാതിലുകൾ തണ്ടിയെന്നോ ഒരു ജോലിക്ക് വേണ്ടി. അന്നൊക്കെ പൈപ്പ് വെള്ളമായിരുന്നു എന്റെ ആഹാരം. എന്റെ മുഖം അന്ന് ഞാൻ വലിച്ചെറിഞ്ഞു. ഈ പറഞ്ഞ മുഖങ്ങൾ സ്വീകരിച്ചു. അന്ന് എന്നെ ആട്ടി ഓടിച്ചവർ ഇന്ന് എന്റെ മുമ്പിൽ പട്ടിയെ പോലെ വാലാട്ടി നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. ഒരിക്കലും എന്റെ മുഖം നഷ്ടപ്പെടുത്തുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നീ ഞങ്ങളുടെ കൂടെ വന്നാൽ എന്തെല്ലാം നിനക്കായി കാത്തിരിക്കുന്നു. അതാ നീ അങ്ങോട്ട് നോക്കൂ. അവിടെ എത്ര തരുണിമണികൾ നിനക്കായി സുരതശയ്യൊരുക്കി കാത്തിരിക്കുന്നു. അവരുടെ തുടുത്ത മാറും വിരിഞ്ഞ അരക്കെട്ടും ചുവന്ന ചുണ്ടുകളുമെല്ലാം നിനക്കുള്ളതാണ്. അവരുടെ ഭൂമിയിൽ ഒരു മുല്ലവള്ളിയായി ചുറ്റി പടരാൻ നിനക്ക് ആഗ്രഹമില്ലേ? അതാ മദ്യശാലകൾ നിനക്കായി തുറന്നിട്ടിരിക്കുന്നു. ഞങ്ങളുടെ പിന്നാലെ ആ പർവ്വതസയിലേക്ക് വരൂ, വരൂ. നിർത്തൂ. നിങ്ങൾ അങ്ങോട്ട് നോക്കൂ. ആ ഓവുചാലുകളിലേക്ക്, അവിടെ ആ ചെറ്റക്കുടിലുകളിൽ നിങ്ങൾ പറഞ്ഞ പെൺകുട്ടികളെയും കാത്ത് വിശന്നവസരായി കരയുന്ന ആ കൊച്ചുകുട്ടികളെ നോക്കും. രോഗിയായി ഈറപ്പായി സഹിക്കുന്ന അവരുടെ മാതാപിതാക്കളെ നോക്കും. നിങ്ങൾ കാണിച്ച പെൺകുട്ടികളെ കാണുന്നു. ഞാൻ കാണുന്നത് ആ ചെറ്റക്കുടിലുകളിലെ രംഗങ്ങളാണ്. ആദർശധീരനായി ഇവിടെ വന്നവർക്ക് കിട്ടിയത് എന്താണെന്ന് അറിയാമോ? ആദൻസിൽ വിഷം, ഗാഗുൽത്തായിൽ മരക്കുരിശ്, അമേരിക്കയിലും ഇന്ത്യയിലും വെടിയുണ്ടകൾ,
അങ്ങനെ എത്ര സംഭവങ്ങൾ. അത് നീ മറക്കരുത്. അവർ കൊളുത്തിയ ദീപത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളുന്നവർ ഇവിടെയും. അവർ ആ ദീപം ഇന്നും കാത്തു സൂക്ഷിക്കുന്നു. നിങ്ങൾ അവരുടെ പേരിൽ സ്വന്തം കീശ വീർപ്പിക്കുന്നു. അപ്പോൾ നീ പിന്മാറാൻ തയ്യാറല്ല. ഇതെല്ലാം നിനക്കുള്ളതാണ്. എടുത്തുകൊള്ളൂ. നീ ഞങ്ങളുടെ കൂടെ ചേർന്ന് സുഖമായി ജീവിക്കും. രാഷ്ട്രീയ തത്വസംഹിതകളുടെ പേരിൽ പാവപ്പെട്ട ജനങ്ങളെ പിടിച്ചെടുത്ത പണം, വൻകിട കമ്പനികളിൽ നിന്ന് പിരിച്ചെടുത്ത പാർട്ടി ഫണ്ട്, ജനങ്ങളെ ചൂടംപോലമായിരിക്കുന്ന ദൈവവിശ്വാസത്തിൽ കളങ്കം ചാർത്തി പുതിയ പുതിയ ദൈവങ്ങളെ സൃഷ്ടിച്ച് ദൈവത്തിന്റെ മുഖം വികൃതമാക്കിയ പണം, ജനങ്ങളുടെ ആഹാരത്തിൽ മയം ചേർത്ത് സ്വരൂപിച്ച പണം, അറബിപ്പൊന്നും വിദേശ സാധനങ്ങളും കള്ളക്കടത്ത് നടത്തി ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി താറുമാറാക്കിയ പണം. വേണ്ട വേണ്ട, ഇതെനിക്ക് വേണ്ട. മതി, നിർത്തൂ. നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നിന്റെ ശബ്ദം ഞാൻ ഇവിടെ കേൾപ്പിക്കില്ല. നിങ്ങൾക്ക് സാധിക്കും. നിയമം നിങ്ങൾക്ക് വേണ്ടി തിരുത്തിയെഴുതുന്നവരാണ് നിങ്ങൾ. നീതിയുടെ പ്രവാചകന്മാരായി അനീതി ചെയ്യുന്നവരാണ് നിങ്ങൾ. ഇനി ശബ്ദിക്കരുത്. നിന്നെ ഞാൻ അതാ അധികാരി വരുന്നുണ്ട്. ഇനി നിന്റെ കാര്യം അദ്ദേഹം നോക്കിക്കൊള്ളു. നീ നമുക്കെതിരായി അരങ്ങിൽ ഇറങ്ങിക്കഴിഞ്ഞുവല്ലേ? നമുക്കെതിരെ ഇറങ്ങിയവരെല്ലാം അണിയറയിലേക്ക് പോയിട്ടേ ഉള്ളൂ. പക്ഷേ അവരിൽ നിന്ന് കത്തിച്ചൊലിക്കുന്നുണ്ട്. അതെന്റെയും ആവശ്യമാണ്. നിങ്ങൾ അവരുടെ മുഖമണിഞ്ഞിരിക്കുന്നത് കൊണ്ട്. നാം അണിഞ്ഞിരിക്കുന്നത് പൊയ്മുഖമാണെന്ന് ജനത്തിന് അറിയില്ല. അവരുടെ വിശ്വാസം അതാണ്. നാം വിശ്വസിപ്പിച്ചതാണ്. നിങ്ങൾക്ക് ജീവിക്കാൻ. അതോടൊപ്പം അധികാരത്തിന് വേണ്ടിയും. നിങ്ങളുടെ സിംഹാസനം മനുഷ്യരക്തത്തിലാണ്. അതിന്റെ സുഖം നിനക്കറിയില്ല. വഞ്ചനയുടെ സുഖം. നീ എന്തു പറഞ്ഞു? സത്യം പറഞ്ഞു. അതെനിക്ക് കേൾക്കണ്ട. സത്യത്തിന്റെ മഹാത്മ്യം നീ എപ്പോഴും വിളിച്ചു പറയുന്നു. അത് മറ്റുള്ളവർക്ക് വേണ്ടി. നിങ്ങളുടെ തനിനിറം ജനമറിഞ്ഞിരുന്നെങ്കിൽ. അവർക്കറിയാമെങ്കിലും നമുക്കെതിരെ തിരിയില്ല. നാം വലിച്ചെറിയുന്ന ഏലിയൻ കഷ്ണങ്ങൾ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ആവശ്യമാണ്. അതുകൊണ്ട് നീയും എതിർക്കാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇവിടെ കുരുതിക്കളമാക്കിയ ആർഷഭാരത സംസ്കാരത്തിന്റെ അസ്ഥിവാരമിടയ്ക്ക് നിങ്ങളോട് ചേരാൻ ഞാൻ തയ്യാറല്ല. കുരുതിക്കളം അറിയില്ലല്ലേ? പല നിറമുള്ള കൊടികളുടെ പേരിൽ ഈ മണ്ണ് രക്തമംഗലമാക്കുന്നത് നിങ്ങൾ കാരണമല്ല. മതസംരക്ഷണത്തിന് വേണ്ടി പാവം ജനങ്ങൾ അന്യോന്യം വെട്ടിനുറുക്കുന്നത് നിങ്ങളുടെ പ്രേരണയാലല്ലേ? കറുത്തവന്റെയും വെളുത്തവന്റെയും പേരിൽ ഇവിടെ രക്തപ്പുഴ ഒഴുക്കുന്നത് നിങ്ങൾ മൂലമല്ലേ? ഭാഷയുടെ പേരിൽ മനുഷ്യജീവന് വില പറയുന്നവരല്ലേ നിങ്ങൾ? ആണെങ്കിൽ നിനക്കെന്ത് ചെയ്യാൻ കഴിയും? ഒന്നും സാധ്യമല്ല. ജാരസന്തതികളെ ജനിപ്പിച്ച് അനാഥാലയങ്ങൾ പണിയുന്നതാണോ സമുദായ സേവനം? ആശുപത്രികളിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും കൊള്ളലാഭമുണ്ടാക്കി സ്വന്തം കീശ വീർപ്പിക്കുന്നതാണോ സമുദായ സേവനം? ന്യായാധിപന്റെ വേഷം നിനക്ക് നന്നായി യോജിക്കുന്നു. നീ പറയൂ, നാം കേൾക്കട്ടെ. നിത്യോപയോഗ സാധനങ്ങൾ പൂഴ്ത്തിവെച്ച് വിലക്കയറ്റമുണ്ടാക്കി കള്ളനോട്ടടിയിൽ റെക്കോർഡ് സൃഷ്ടിച്ച് രാജ്യത്തെ സേവിക്കുന്നു. കൈക്കൂലിയും വേശ്യകളും രാജ്യവ്യാപകമായി ഉണ്ടായതാണോ പുരോഗമനം? ഇതാണോ സംസ്കാരത്തിന്റെ മുഖമുദ്രകൾ? നിന്റെ ധൈര്യം നമുക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നിനക്ക് ഇത്രയും സമയം നാം അനുവദിച്ചത്. നാം അവസാനമായി ചോദിക്കുന്നു, നീ പിന്മാറുന്നു? ഇല്ല, ഒരിക്കലുമില്ല. മനുഷ്യരക്തം കുടിച്ചു വീർത്ത ഈ മണ്ണ് വിലപിക്കുകയാണ്. എനിക്ക് മോചനം നൽകുന്നു. സദാചാരം ഇവിടെ ദുഃഖരോഗം പിടിപെട്ട് വിലപിക്കുകയാണ്. എനിക്ക് മോചനം നൽകുന്നു. എനിക്കത് കേൾക്കാതിരിക്കാൻ വയ്യ. ഇല്ല, ഞാൻ ഒരിക്കലുമില്ല, ഒരിക്കലും പിന്നോട്ട്. മതി നിന്റെ ഗിരിപ്രഭാഷണം. നിന്നെ നാം ഞാൻ പരാജയപ്പെട്ടു. പക്ഷേ എന്റെ പിന്നാലെ അനേകർ വരുന്നുണ്ട്. നിന്നെ കീഴ്പ്പെടുത്തിയ നിയമത്തിന്റെ അതേ കരങ്ങൾ കൊണ്ട് തന്നെ നാം അവരെയും കീഴ്പ്പെടുത്തും. ആരവിടെ? ഇവനെ ബന്ധിതനാക്കി
ആ കാരാഗ്രഹത്തിൽ തള്ളൂ. ഉത്തരവ്. നിങ്ങൾ ഇന്നും വിരലുണ്ടാവുന്നവർ മാത്രം. നമ്മെ കീഴടക്കാൻ ഇനിയും നിങ്ങൾ ശക്തരല്ല. അനുജര, അനുജര, വല്ലാത്ത ദുർഗന്ധം ഇപ്പോഴും ഇവിടെ അനുഭവപ്പെടുന്നുണ്ടല്ലോ. നാം സുഗന്ധദ്രവ്യങ്ങൾ ആ ശവത്തിന്മേൽ പൂശാൻ പറഞ്ഞത് നീ ചെയ്തില്ലേ? തിരുമേനി. പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും ഇത് അനുഭവപ്പെടുന്നത്? തിരുമേനി, അടിയൻ പറയുന്നത് ക്ഷമിക്കണം. ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും. ആ ശവം പുഴുത്തു നാറിപ്പോയിരിക്കുന്നു. എന്തു സുഗന്ധദ്രവ്യങ്ങൾ പൂശിയാലും അതിന്റെ ദുർഗന്ധം പുറത്തേക്ക് വരുന്ന നിലയിലായിരിക്കുകയാണ്. നമ്മുടെ പ്രവൃത്തികൾ ആ ശവത്തിന്റെ ജീവനെ മുൻനിർത്തിയാണെന്നാണ് നാം മറ്റുള്ളവരെ ധരിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ പൊള്ളത്തരം മറ്റുള്ളവരറിഞ്ഞാൽ നമ്മുടെ സിംഹാസനത്തിന് പോലും ചിലപ്പോൾ ഇളക്കം സംഭവിച്ചെന്നിരിക്കും. വിദേശികൾ നമ്മുടെ സംസ്കാര പാരമ്പര്യത്തിൽ വിശ്രമം കൊള്ളാൻ വരുമ്പോൾ ഈ ദുർഗന്ധമേറ്റാൽ പിന്നെ നമ്മുടെ നാണക്കേടിനെ പറ്റി പറയാനുണ്ട്. എന്താ എന്താ അവിടെ ഒരു ബഹളം? ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്താണ്? എവിടെ ആ ധർമ്മൻ? എവിടെ? അയാളെ നിങ്ങൾ എന്ത് ചെയ്തു? നീയും ആ പമ്പരവിട്ടിയുടെ പാതയിൽ പിന്തുടരുന്നു. അതാണ് ശരിയായ പാത. ശരിയും തെറ്റുമല്ല നമുക്ക് പ്രശ്നം. നമ്മുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യാൻ നാം ആരെയും അനുവദിക്കാറില്ല. ഇത്രയും നാളും എല്ലാം കണ്ടും സഹിച്ചും എല്ലാറ്റിന്റെയും നിരീക്ഷകനായി മാത്രം ഞാൻ ജീവിക്കുകയായിരുന്നു. അധർമ്മം കൊടികുത്തി വാഴുന്ന അവസാനിപ്പിക്കണം. ഇന്നു മുതൽ എന്റെ ശബ്ദം നിങ്ങൾക്കെതിരെയാണ്. തീരുമാനം കൊള്ളാം, പക്ഷെ അത് നടപ്പാക്കാൻ നിനക്ക് കഴിയില്ല. കഴിയും. നീ നശിക്കും. നിങ്ങൾ നശിപ്പിക്കും. തീർച്ചയായും. എന്നാലും ഞാൻ പിന്മാറില്ല. പിന്മാറിയാൽ നിനക്ക് നല്ലത്. ഇല്ല, ധർമ്മനെ ഞാൻ ഇപ്പോൾ തന്നെ സ്വന്തമാക്കും. നീ അവനെ സ്വന്തമാക്കും. നീ ഞങ്ങൾക്കെതിരെ തിരിയുമല്ലേ? നിന്റെ അച്ഛനും അമ്മയും ഭാര്യയും കുട്ടികളുമെല്ലാം ഈ നിമിഷം കാലത്തിൽ കഴിക്കപ്പെടും. അനുജന, തകർക്കൂ ഇവന്റെ കുടുംബത്തെ. അരുതേ, അരുതേ, എന്റെ കുടുംബത്തെ നശിപ്പിക്കരുത്. എന്നെ വേണം നിങ്ങൾ കൊണ്ടുപോകും, എന്നാൽ എന്റെ കുടുംബത്തെ നശിപ്പിക്കരുത്. എനിക്കറിയാം നീ ബന്ധങ്ങളിൽ നിന്ന് മോചിതനല്ലെന്ന്. ഇപ്രാവശ്യം ഞാൻ നിനക്ക് മാപ്പ് നൽകുന്നു. ഈ മാപ്പ് ആദ്യത്തേതും അവസാനത്തേതുമാണ്. പോകൂ, കടന്നു പോകും. തിരുമേനി, ആ പാവം പേടിച്ച് വിറച്ചു പോയി. അതെ, ഇവനൊക്കെ ബന്ധങ്ങളിൽ നിന്ന് മോചിതനല്ലാത്തത് നമുക്ക് നല്ലതാണ്. എന്തൊക്കെയോ അസ്വസ്ഥകൾ നമ്മെ അലട്ടുന്നു. നമുക്ക് അല്പം ഏകാന്തതയാണ് ആവശ്യം. നീ പോയിക്കൊള്ളു. നാം എപ്പോഴും ജയിക്കുന്നു. എങ്കിലും നമുക്കെതിരെ ചില ചലനങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. ഒടുവിൽ ഞാനിവിടെ വന്നെത്തി. നിങ്ങൾ ആരാണ്? എന്തിനിവിടെ വന്നു? ഞാനോ? ഞാനൊരു സത്യാന്വേഷി. വർഷങ്ങൾ പിന്നിട്ടിട്ടും കെടാത്ത ഗാന്ധിയ പാരമ്പര്യത്തിന്റെ പിൻതലമുറക്കാരി. ഇവിടുത്തെ പരിശുദ്ധിയുടെ ശീതള ഛായയിൽ വിശ്രമിക്കുന്ന മനുഷ്യരെ കാണുവാൻ കടലും കാടും പർവ്വതങ്ങളും മണലാരണ്യങ്ങളും നദികളുമെല്ലാം പിന്നിട്ട് വന്നവളാണ്.
നിങ്ങൾ അന്വേഷിക്കുന്ന ചേതസിന്റെ അധികാരിയാണ് നാം. അതിന് അധികാരിയില്ല. അത് ജനഹൃദയങ്ങളിലാണ്, അവരുടെ പ്രവൃത്തിയിലാണ്. എന്ത് ഇതൊരു ശവപ്പറമ്പാണോ? ശവം ചീഞ്ഞെടുക്കുന്ന ദുർഗന്ധം. അസംബന്ധം പറയാതിരിക്കും. നിന്റെ ദുർഭരണം ഈ പാവം ജനങ്ങൾക്ക് അസഹനീയമായിരിക്കുന്നു. നീ ഈ ഭൂപ്രകൃതി നശിപ്പിച്ചിരിക്കുന്നു. നിനക്കിനി രക്ഷയില്ല. ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം നിനക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞു. അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദം നിന്റെ മരണം ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അതാ ചങ്ങലയണിഞ്ഞ മനുഷ്യർ, അതാ ചീഞ്ഞെഴുകുന്ന ശവം. ഇവിടെയും ഇതോ? എന്റെ അന്വേഷണം വ്യർത്ഥമായോ? അല്ല അല്ല, ഇതല്ല ഞാൻ അന്വേഷിച്ച ഭൂമി. ഇനി എവിടെയാണ് മഹത്വം? എവിടെയാണ് വെളിച്ചം? നിർത്തു നിന്റെ പുരമ്പൻ. നീ കണ്ട കാര്യം വെളിയിൽ പറഞ്ഞാൽ നിനക്കതിന് കഴിയില്ല. നിനക്കെതിരെ, നിന്റെ ദുർഭരണത്തിനെതിരെ 10,000 ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. കെടാത്ത കൈത്തിരികൾ ഇനിയുമുണ്ട്. ഇതാ നിങ്ങളിൽ തന്നെ, അതാ അവിടെ, ഇതാ ഇവിടെ. വെളിച്ചം ഇനിയുമുണ്ട്. അവ ഒന്നിക്കട്ടെ, അവ പടരട്ടെ, അവ ഉയരട്ടെ. നഷ്ടപ്പെട്ട ചൈതന്യം പുനർജനിക്കട്ടെ. ഒരു അധർമ്മത്തിന് കൂടി തിരശീല വീണിരിക്കുന്നു. സ്വേച്ഛാധിപത്യത്തിനെതിരെ അടിച്ചമർത്തപ്പെട്ട ജനതകൾ ഉണർന്നിരിക്കുന്നു. ദക്ഷിണാഫ്രിക്കയിലും ഈജിപ്തിലും ലിബിയയിലും സംഭവിച്ചതുപോലെ.